യുഎഇയിലെ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ പ്രവർത്തനം പുനരാരംഭിച്ചു. യുഎഇയുടെ വിവിധ എമിറേറ്റുകളിലെ അൽ ഹിന്ദ് ഗ്ലോബൽ കേന്ദ്രങ്ങൾ വഴിയാണ് സേവനങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനായി 16 കേന്ദ്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ദുബൈയിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യുഎഇയിലെ പ്രവാസി ഭാരതീയരുടെ കോൺസുലർ സേവനങ്ങളുണ്ടായിരുന്ന താൽക്കാലിക പ്രതിസന്ധിക്ക് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ്. ഇന്നു മുതൽ അൽ ഹിന്ദ് ഗ്ലോബൽ സർവീസാണ് പ്രവാസികളുടെ പാസ്പോർട്ട്, വിസ, രേഖകളുടെ സാക്ഷ്യപ്പെടുത്തൽ എന്നിവയുടെ സേവനങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുക. വിപുലമായ സൗകര്യങ്ങളാണ് അൽ ഹിന്ദ് ഒരുക്കിയിരിക്കുന്നത്. യുഎഇയിലെമ്പാടുമായി വിവിധ എമിറേറ്റുകളിലായി 16 കേന്ദ്രങ്ങളാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. ഇത് അൽ ഹിന്ദിന്റെ ചെയർമാൻ മുഹമ്മദ് ഹാരിസ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു 8000 പേർക്ക് ഒരേ സമയത്ത് സർവീസ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ തീരുമാനപ്രകാരം പ്രീമിയം അങ്ങനെ അധിക പൈസ വാങ്ങാതെ വെറും 19 ദിറംസിന് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഒരുപോലെ നൽകുക എന്നുള്ളത്. ഈ സർവീസ് സെൻറ്റർ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ സർവീസ് സെൻറ്റർ ലോകത്തിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ സെൻ്ററാണ്. 75 കൗണ്ടറുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരേ സമയം 75 പേർക്ക് സർവീസ് കൊടുക്കാവുന്ന ഫെസിലിറ്റിയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് നമുക്ക് 8000-ഓളം പേർക്ക് ഒരു ദിവസം സർവീസ് കൊടുക്കാനാവും. നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞ സർവീസ് ആവശ്യമുണ്ട്, എന്താണ് ചെയ്യുന്നത്? പാസ്പോർട്ട് പുതുക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സാധാരണ അപ്പോയിൻമെൻറ്റ് സിസ്റ്റത്തിലുണ്ടാവും. വെബ്സൈറ്റിൽ നോക്കിയാൽ അപ്പോയിൻമെൻറ്റ് കിട്ടും. അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ അവർക്ക് 30 മിനിറ്റിനുള്ളിൽ അവർക്ക് എല്ലാ പണികളും കഴിച്ചു. അതിൽ ഏകദേശം നമുക്ക് വേറെ പേയ്മെൻറ്റ് 19 മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ പേയ്മെൻറ്റ് ഗവൺമെൻറ് ഫീസ് പ്ലസ് 19 ദിറം. വേറെ ഒന്നുമില്ല. ഫോട്ടോ എടുക്കുന്നതിനും ഫോട്ടോ സ്റ്റാറ്റിനും ബാക്കിയുള്ള കൊരിയർ ചാർജ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ്. എല്ലായിടത്തും ഇതുണ്ട്, എല്ലാ എമിറേറ്റുകളിലും കേന്ദ്രങ്ങളിലുണ്ട്. എല്ലാവർക്കും എല്ലാ കാര്യം ദുബായ്, അബുദാബി, റാസഖൈമ, ഫുജറ എല്ലായിടത്തുണ്ട്. നേരത്തെ ആൾക്കാരുടെ പ്രസിഡന്റ് അപ്പോയിൻമെൻറ്റ് കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതിന് പരിഹാരമാവും. വൈഡായിട്ട് ഇത്രയും സംവിധാനങ്ങൾ കൊണ്ട് തന്നെ എല്ലാവർക്കും അപ്പോയിൻമെൻറ്റ് ലഭ്യമായിട്ടുണ്ട്. ഒരു ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളുടെ എംബസി കോൺസലിൻ്റെ ഒരു ഇതെങ്ങനെയാണ് നമ്മളെ ഈ കാര്യങ്ങൾ സഹായിക്കുന്നത്? വളരെയധികം നല്ല ഇതാണ്. ജനങ്ങളോട് എങ്ങനെ ഇത്തരങ്ങൾക്ക് വളരെ നല്ല സർവീസ് കിട്ടണം എന്നുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എംബസി, ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൊടുത്തിലുണ്ട് ഈ പ്രൊജക്റ്റ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി. ഏതായാലും ഇപ്പോൾ പ്രവാസികൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഇപ്പോൾ അൽ ഹിന്ദ് ഒരുക്കിയിരിക്കുന്നത്. കുറച്ചു നാളായി നേരിടുന്ന പ്രതിസന്ധിക്ക് ഇപ്പോൾ താൽക്കാലികമായി വിരാമമായിരിക്കുകയാണ്. ദുബായിൽ അൽ ഹിന്ദ് ഗ്ലോബൽ കോൺസുൽ സേവന കേന്ദ്രത്തിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ.